ഒരുപാട് നാളുകൾക്ക് ശേഷം തിയേറ്ററിൽ നിന്ന് എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ ഒരു നല്ല എൻ്റർടൈനർ. അതാണ് ആട് 3. ബട്ട് ഒരുപാട് എക്സൈറ്റഡ് ആയിട്ട് സിനിമയ്ക്ക് പോകാതിരിക്കുക. ആൻഡ് ഇത് എല്ലാവർക്കും വർക്കാകണമെന്നില്ല. OTT വന്നിട്ട് കാണാം എന്ന് വിചാരിച്ചിരിക്കരുത്. കാരണം 100% തിയേറ്റർ മൂവിയാണ്. മിഥുൻ മാനുവൽ തോമസ് ഡയറക്റ്റ് ചെയ്ത ഷാജി പാപ്പനും പിള്ളേരുടെയും ഫ്രാഞ്ചൈസിയിലെ മൂന്നാമത്തെ പടം ആട് 3 റിലീസ് ആയിട്ടുണ്ട്. ഓവറോൾ ഒരു നല്ല ഫൺ എൻ്റർടൈനർ ആണ് മൂവി. ആൻഡ് ഒന്നും രണ്ടും പാർട്ടിനെ അപേക്ഷിച്ച് കുറച്ച് ഡിഫറെൻ്റ് ആണ് മൂന്നാമത്തേത്. അതിനെ കമ്പയർ ചെയ്ത് സിനിമ കാണാതിരിക്കുക. കുറേ മണ്ടന്മാരുടെ കഥയിൽ ഹിസ്റ്റോറിക്കൽ എലമെന്റ്സും കുറച്ച് സയൻസ് ഫിക്ഷനും എല്ലാം ആഡ് ചെയ്താൽ എങ്ങനെയായിരിക്കും ഔട്ട്പുട്ട് കിട്ടുക, അതുപോലെ തന്നെയാണ് സിനിമ എടുത്തു വെച്ചിട്ടുള്ളത്. ഒരു നോർമലായിട്ടുള്ളൊരു ഫൺ എൻ്റർടൈനർ സിനിമ എക്സ്പെക്ട് ചെയ്യുന്നവർക്കും മറ്റ് രണ്ട് പാർട്ടുകളും കാണാത്തവർക്കും മൂവി അത്ര വർക്കാവില്ല. എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന പോലെ തോന്നാം. പക്ഷെ ആട് 1ഉം 2ഉം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ ഇതും വർക്കാവും. കാരണം അതിലെ ക്യാരക്ടേഴ്സിന്റെ സ്വഭാവവും രീതികളും അറിയാവുന്നവർ ആട് ടീമിൽ നിന്ന് എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് ഈ സിനിമ തരുന്നുണ്ട്. കാരണം സിനിമയുടെ പില്ലർ തന്നെ ക്യാരക്ടേഴ്സ് ആണ്. ഫസ്റ്റ് ഹാഫിലായാലും ഈ ക്യാരക്ടേഴ്സിന്റെ റീ ഇൻട്രൊഡക്ഷനും കഥയുടെ ബാക്ക്ഗ്രൗണ്ടും ഒക്കെയാണ് കാണിക്കുന്നത്. അതിൽ ചിരിക്കാനുള്ള എലമെന്റ്സും ആഡ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഓൾറെഡി ഈ ക്യാരക്ടേഴ്സ് ഒക്കെ വർക്ക് ആയവർക്ക് മാത്രമേ ഈ റീ ഇൻട്രൊഡക്ഷനും BGMന്റെയും അതിൻ്റെ ഇടയിൽ വരുന്ന മണ്ടത്തരങ്ങളും ഒക്കെ അതിൻ്റെതായ രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. കമ്പാരിറ്റീവ്ലി മേക്കിങ്ങും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ന്യൂ സോങ്സിനേക്കാളും പഴയ സോങ്സും BGMും ആയിരുന്നു ആ ഒരു വൈബ് തന്നത്. ബട്ട് പുതിയതും അതിനോട് ചേർന്ന് നിൽക്കുന്ന പോലെ നന്നായിട്ട് മ്യൂസിക് ചെയ്തിട്ടുണ്ട്. എടുത്തിരിക്കുന്ന തീമിനോട് ബ്ലെൻഡ് ചെയ്ത് തന്നെ പാസ്റ്റും പ്രസന്റും എല്ലാം കാണിച്ചുകൊണ്ടാണ് സിനിമ പോകുന്നത്. ക്ലൈമാക്സിൽ ഒരു കത്തിക്കലായിരുന്നു. സിനിമയുടെ ക്ലൈമാക്സ് എൻഡിങ് പലർക്കും സാറ്റിസ്ഫൈഡ് ആയില്ല എന്ന് പറയുന്ന കേട്ടിരുന്നു. പക്ഷെ സെക്കൻഡ് പാർട്ട് ഉണ്ടായതുകൊണ്ടും അതിലേക്കുള്ള കഥയുടെ ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിലും ആ ക്ലൈമാക്സ് ഓക്കെ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഇനി ഫൺ പാർട്ടിലേക്ക് വരുമ്പോൾ എല്ലാ കോമഡിയും എല്ലാവർക്കും ഒരുപോലെ വർക്ക് ആവണമെന്നില്ല. കാരണം പടത്തിന് മിക്സഡ് അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചില സോങ്സും ഡയലോഗ്സും ഒക്കെ എനിക്ക് പേഴ്സണലി ഡ്രാമാറ്റിക് ആയിട്ട് ഫീൽ ചെയ്തു. അതായത് ഫണ്ണായിട്ടുള്ള എല്ലാ ഡയലോഗ്സിലും ഒരു നാച്ചുറൽ ഫ്ലോ ഉണ്ടായിരുന്നില്ല. ചിലത് തമാശയ്ക്ക് വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യലായി പറയുന്ന പോലെ തോന്നി. പിന്നെ ഒന്ന് രണ്ടിനെ അപേക്ഷിച്ച് ത്രൂ ഔട്ട് ഫണ്ണായിട്ടുള്ള സീൻസും കുറവായിരുന്നു. പക്ഷെ ഉള്ള സീനൊക്കെ അടിപൊളിയായിരുന്നു. പ്രത്യേകിച്ച് മന്ത്രവാദി കാണാൻ പോകുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അതിലൊക്കെ ആ ഒരു കണ്ടിന്യൂസ് ഫണ്ണൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. അതുപോലുള്ള കുറച്ച് സീൻസ് മാറ്റി നിർത്തിയാൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഫൺ ഡയലോഗ്സ് ഒക്കെ ആഡ് ചെയ്ത് ആ ഒരു എന്റർടൈനിങ് എലമെന്റ് അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. എന്നാലും കണ്ടിന്യൂസ് ആയിട്ടുള്ള കോമഡി കുറവായിരുന്നു. അതുപോലെ ചില റിയൽ ഇവന്റ്സിന്റെയും സിനിമയുടെയും ഒക്കെ സ്പൂഫും ഉണ്ടായിരുന്നു. ഓവറോൾ ആയിട്ട് ഒരുപാട് ചിരിച്ചു മറിഞ്ഞ് ആസ്വദിക്കാനുള്ളത് എന്ന രീതി തോന്നിയില്ല. സ്റ്റിൽ ഫസ്റ്റ് തൊട്ട് എൻഡ് വരെയും ഫണ്ണായിട്ട് കണ്ടിരിക്കാം. പിന്നെ ലാഗിന്റെ കാര്യം, അവരെടുത്തിരിക്കുന്ന കോൺസെപ്റ്റ് ഹിസ്റ്റോറിക്കൽ എലമെന്റ്സ് വരുന്നതായുണ്ട്. കാരണം സെക്കൻഡ് പാർട്ടിലേക്കുള്ള കഥ ബിൽഡ് ചെയ്ത് എടുക്കേണ്ടതുകൊണ്ടും ഈ പാസ്റ്റിനെയും പ്രസന്റിനെയും ബിൽഡ് ചെയ്യേണ്ടതുകൊണ്ടും കുറച്ച് ലെങ്ത് വരുന്നുണ്ട് സിനിമയ്ക്ക്. അതല്ലാതെ പേഴ്സണലി എനിക്ക് കുറച്ച് സീനൊക്കെ അൺനെസസറി ആയിട്ട് തോന്നി. എങ്കിലും എഡിറ്റിംഗ് വൈസും എല്ലാം മാക്സിമം ആ ഒരു പാസ്റ്റും പ്രസന്റും ബ്ലെൻഡ് ചെയ്ത് ഫ്ലോ കൊണ്ടുവരാൻ നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ദെൻ കോൺസെപ്റ്റ് ആയാലും എനിക്ക് പേഴ്സണലി കോൺസെപ്റ്റ് നല്ല ഇഷ്ടപ്പെട്ടു. കാരണം ഒരു ടൈം ട്രാവൽ പരിപാടിയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ആഡ് ഫ്രാഞ്ചൈസിയിൽ ഇതുപോലുള്ള കോൺസെപ്റ്റുകൾ, അതായത് ഇപ്പോൾ രാജഭരണം ആയാലും ടൈം ട്രാവലൊക്കെയും വർക്ക് ചെയ്തെടുക്കുക എന്നുള്ളത് നല്ല പാടാണ്. കാരണം സിനിമയുടെ ആ ഒരു മണ്ടത്തരം അല്ലെങ്കിൽ കോമഡി വൈബിൽ നിന്ന് മാറാനും പാടില്ല. എന്നാൽ ആ ടൈം ട്രാവൽ കൺവിൻസ് ആവുകയും വേണം. അത് അത്യാവശ്യം നന്നായിട്ട് തന്നെ കൺവിൻസ് ചെയ്യാൻ ഡയറക്ടറിന് സാധിച്ചിട്ടുണ്ട്. ഇതുകൊണ്ടും കൂടാണ് പല റിവ്യൂസും വീഡിയോസും ഒക്കെ കണ്ടിട്ട് ഒരുപാട് എക്സൈറ്റഡ് ആയിട്ട് സിനിമയ്ക്ക് പോകരുതെന്ന് ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞത്. കാരണം ടൈം ട്രാവൽ മൂവീസ് ഒക്കെ ഇപ്പോൾ ഒരുപാട് കോമൺ ആയതുകൊണ്ട് സാധാരണ പോലെയുള്ളൊരു ത്രില്ലിംഗ് ടൈം ട്രാവൽ ഒക്കെ എക്സ്പെക്ട് ചെയ്ത് പോവുകയാണെങ്കിൽ ഇത് വർക്കാവില്ല. ഷാജി പാപ്പിന്റെയും ടീമിന്റെ അടുത്ത് നിന്ന് എന്താണോ പ്രതീക്ഷിക്കാവുന്നത് ആ ലെവലിലുള്ള ടൈം ട്രാവലും ഹിസ്റ്റോറിക്കൽ എലമെന്റ്സും ആണുള്ളത്. ദാറ്റ്സ് ഇറ്റ്. അതുപോലെ തന്നെ OTT അല്ലെങ്കിൽ ഫോണിൽ കണ്ടാലും അത്ര വർക്കാവും തോന്നുന്നില്ല. ഷാജി പാപ്പന്റെയും പിള്ളേരുടെ ആ ഒരു സ്വാഗും BGMന്റെയും എഡിറ്റിംഗിന്റെയും ഒക്കെ ഫീല് കിട്ടണമെങ്കിൽ തിയേറ്ററിൽ തന്നെ കാണണം. പിന്നെ കോമഡികളും പലതും തിയേറ്റർ വൈബിലിരിക്കുമ്പോൾ വർക്കാവുന്നതാണ്. ആക്ടിംഗ് വൈസ് ഷാജി പാപ്പനും പിള്ളേരും ഡൂഡും ടീമും എല്ലാവരും സെയിം വൈബ് തന്നെയായിരുന്നു. 1ഉം 2ലും കിട്ടിയ ഫീൽ എല്ലാം 3ലും എൻജോയ് ചെയ്യാൻ പറ്റും. രണ്ട് പാർട്ടിലെയും സീനുകളുടെയും ഡയലോഗ്സിന്റെ ഒക്കെ ഒരു റീക്രിയേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നന്നായിട്ട് വർക്കായിട്ടുണ്ട്. പിന്നെ എടുത്തു പറയാനുള്ളത് വില്ലൻ നേച്ചറിൽ വന്നിട്ടുള്ള ലേഡി ക്യാരക്ടറാണ്. അലയ ബോൺ എന്ന മാർഷ്യൽ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഹോളിവുഡ് ആക്ട്രസ് ആണ് ഈ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. നല്ല കുറച്ച് ആക്ഷൻ മാസ് സ്ക്രീൻ പ്രസൻസ് ആ ക്യാരക്ടറിന് കിട്ടിയിട്ടുണ്ട്. ഇതിലാകെയുള്ളൊരു സീരിയസ് ക്യാരക്ടർ എന്ന് വേണമെങ്കിൽ പറയാം. എന്നാലും ബാക്കിയുള്ളവരുടെ ആ വൈബായിട്ട് ഒത്തുപോകുന്നൊരു നല്ല റോളായിരുന്നു അത്. സോ മൊത്തത്തിലൊരു കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ ആട് 1ഉം 2ഉം കണ്ട് ഇഷ്ടപ്പെട്ടവർക്ക് നല്ലൊരു തിയേറ്റർ വൈബ് എന്റർടൈനിങ് ഫീൽ കിട്ടും. അല്ലാതെ നോർമൽ ഒരു ഫാമിലി ഫൺ പടം എന്ന രീതിയിൽ പ്രതീക്ഷിച്ച് പോകുന്നവർക്ക് ഓവർ റേറ്റഡ് ആയിട്ട് തോന്നാം. സോ ഇതുപോലുള്ള മൂവി റിവ്യൂസും സിനിമ റിലേറ്റഡ് കണ്ടന്റ്സും താല്പര്യമുള്ളവർ ഡു ഫോളോ ആൻഡ് സപ്പോർട്ട്. ദിസ് ഇസ് ഭാമ. താങ്ക് യു ഫോർ വാച്ചിങ്.